അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നാണെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ നല്ലൊരു മൂഡുള്ള ദിവസമായിരുന്നു. ഞാൻ അധികം നേരം പിൻട്രസ്റ്റിൽ ഈ റെഫറൻസ് ഒന്നും തപ്പിയിട്ട് ടൈം കളഞ്ഞിട്ടില്ല. ഈ ഒരു റെഫറൻസ് ഞാൻ കുറേ മുമ്പ് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ സ്കെച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് അങ്ങനെ വരയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ കഴിവുകളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുകയും അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളൊക്കെ ക്ലാവ് പിടിച്ചു പോകുമെന്ന്, നമ്മളതിനെ മറന്നു പോകുമെന്ന്. അതിനുള്ളൊരു വലിയ എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പെയിൻറ്റിങ്സ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അത് ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇതത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഇതിൽ ഓരോ ലൈൻസിലും ഓരോ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നെപ്പോലുള്ള ചെറിയ ചെറിയ ആൾക്കാർക്ക് ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇത്രയും നല്ല രസത്തിൽ കിട്ടുക എന്നുള്ളത്. എനിക്കെന്തായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു സബ്സ്ക്രൈബ് തരാനും മറക്കണ്ട. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാനൊരു 4-5 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ഈ ഒരു പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ 4-5 വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ആരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്നും ആരും മറക്കണ്ട കേട്ടോ. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് ഡോംസിൻ്റെ വാട്ടർ കളർ ട്യൂബാണ്. ചെറുതായിട്ട് അക്രലിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചില കളേഴ്സൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അക്രലിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു ഒന്ന് ഈ ഫ്ലവേഴ്സ് വരയ്ക്കലും അതുപോലെ തന്നെ ട്രീസുമ്മ ഈ വൈറ്റും റെഡും കോമ്പിനേഷൻ കൊടുക്കലും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പെയിൻറ്റിങ്ങിന് സ്പെൻഡ് ചെയ്തത് ഒരു 1.5-1.25 മണിക്കൂറാണ്. ഞാൻ അത്രയും പേഷ്യൻസ് ആയിട്ട് ഇരുന്നിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ഫിനിഷ് ആക്കിയിട്ടുള്ളത്. അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ റിസൾട്ട് കിട്ടി, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ട്രീ പെയിൻറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ പെയിൻറ്റ് ബ്രഷ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാനൊരു വൈറ്റും റെഡും കോമ്പിനേഷൻസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാണുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.